പോക്സോ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. അർജുൻ കുറ്റക്കാരനല്ലെന്ന് കട്ടപ്പന അതിവേഗ കോടതിയാണ് വിധിച്ചത്. അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രതിയെ വെറുതെ വിട്ടതിൽ കുട്ടിയുടെ മാതാവ് കോടതി പരിസരത്ത് ശക്തമായി പ്രതിഷേധിച്ചു. നീതി നിഷേധിക്കപ്പെട്ടെന്നും പ്രതി എല്ലാ സംവിധാനങ്ങളും വിലക്കെടുത്തുവെന്നും കുട്ടിയുടെ മാതാവ് പ്രതികരിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ പ്രതിക്ക് അവസരം കിട്ടിയെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ നിയമസഹായം നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണനും പ്രതികരിച്ചു. നമുക്ക് ആദ്യം എന്താണ് ഇന്നത്തെ കോടതി വിധി, അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അതിനുശേഷം വിവിധ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച വാർത്തയാണ്. കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ നടുക്കിയ വാർത്തയാണ്. ഇതിൽ ബലാത്സംഗ കുറ്റവും കൊലപാതകവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കണ്ടാണല്ലോ ഈ പ്രതിയെ കോടതി വെറുതെ വിട്ടത്. എന്താണ് വിധിന്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഈ വിധിന്യായത്തിന്റെ പൂർണ്ണ രൂപം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വിധി പ്രസ്താവിച്ചത് ഒറ്റ വാക്കിലായിരുന്നു. ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ അർജുൻ എന്ന പ്രതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും പ്രോസിക്യൂഷന് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരൊറ്റ വാക്കിലാണ് ഈ വിധി പ്രസ്താവം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ വലിയ തരത്തിൽ ചർച്ചയായ, വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ സാക്ഷിയായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. അതിൽ 2.5 വർഷത്തിനിപ്പുറം വിധി പറയുമ്പോൾ അതിൽ പ്രതിയെന്ന് കരുതി പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ കേസിലെ ആ പ്രതിയെ ഇന്ന് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ഇതിൽ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ കോടതി പരിസരത്തുണ്ടായി. വലിയ വികാരനിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം ഒരു തരത്തിലും ഇങ്ങനൊരു വിധി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും നമ്മൾ ഈ മാതാപിതാക്കളോട് സംസാരിച്ചതാണ്, ഈ കോടതി വിധി വരുന്നതിന് തൊട്ട് മുമ്പ് സംസാരിച്ചതാണ്. അപ്പോഴും അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. തങ്ങളുടെ മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ആ പ്രതിക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കും. മാത്രമല്ല, ഇതിൽ ഈ പ്രതിക്ക് വധശിക്ഷ ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹവും അവർ പ്രകടിപ്പിച്ചിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പോലീസും പ്രോസിക്യൂഷനും ഒക്കെ കൃത്യമായി ഇതിൽ ഇടപെടൽ രാഹുൽ, വളരെ നാടകീയമായ കുറെ രംഗങ്ങൾ ഉണ്ടായി ഇന്നവിടെ. പ്രതിയെ വെറുതെ വിട്ട ശേഷം അമ്മയും മുത്തശ്ശിയും വളരെ ശക്തമായവരുടെ പ്രതിഷേധം അറിയിച്ചു. അച്ഛനും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്, അല്ലേ? കോടതി വളപ്പിൽ ഇന്നുണ്ടായ സംഭവങ്ങൾ കൂടി എന്താണ്? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. വളരെ വികാരപരമായിട്ടുള്ളൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം അത് സ്വാഭാവികമാണ്. കാരണം ഇങ്ങനൊരു വിധി ഒരു തരത്തിലും നമ്മൾ ആരും തന്നെ വിചാരിച്ചിട്ടുള്ളൊരു വിധിയല്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു വികാരം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്, അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാത്രമല്ല, ഈ കേസിൽ നീതിന്യായ വ്യവസ്ഥയെ ഈ പ്രതി വിലക്കെടുത്തു എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി. മാത്രമല്ല, ഇതിൽ വലിയ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മേൽക്കോടതിയിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്ക് ഇവനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളൊരു അവരുടെ ഒരു വിഷമത്തിൽ. രാഹുൽ, നമുക്ക് ഇന്ന് ആ മാതാവ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. നീതി നിഷേധിക്കപ്പെട്ടുവെന്നും പ്രതി എല്ലാ സംവിധാനങ്ങളും വിലക്കെടുത്തു എന്നുമാണ് കുട്ടിയുടെ മാതാവ് പ്രതികരിച്ചത്. വളരെ വൈകാരികമായ ആ അമ്മയുടെ പ്രതികരണം നമുക്ക് ആദ്യം കാണാം. പക്ഷേ ഇവര് അവനെ വെറുതെ വിട്ടു. അവനെ ഞങ്ങൾ വെറുതെ വിടത്തേയല്ല. എന്റെ ഭർത്താവ് അവനെ കൊല്ലും, ജയിലിൽ ഭർത്താവ് പോകും. ഇവര് കാശ് വാങ്ങിച്ചിട്ടില്ല, അവന് വെറുതെ വിട്ടു. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവൻ ചെയ്തെന്ന് പറഞ്ഞ്. ഇപ്പൊ വെറുതെ വിട്ടു അവനെ. എന്റെ കുഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ എന്റെ മോളാ. അവനിപ്പോ വെറുതെ വിട്ടു. അവൻ ജീവിക്കാൻ പോകുവാ. അവനിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ പോകാൻ ഞങ്ങളെ മാത്രം കുഞ്ഞിനെ വിട്ടേച്ചിരിക്കുവാ.
പ്രതിക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റവും ബലാത്സംഗവും തെളിയിക്കാൻ കഴിയാത്തതിനാലാണ് പ്രതിയെ വെറുതെ വിടുന്നത് എന്നതാണ് നമുക്ക് കിട്ടിയ, അതായത് കോടതി പറഞ്ഞത്. അതിനുശേഷം അതിന്റെ വിധിപ്പകർപ്പിന്റെ പൂർണ്ണമായ രൂപം നമ്മുടെ കൈവശം കിട്ടിയിട്ടില്ല. ഏതായാലും അപ്പീൽ പോകും എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പീൽ ഫയൽ ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഇനിയിപ്പം എനിക്കാകുമ്പോഴത്തേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അറിയിക്കണമല്ലോ. അപ്പോൾ ഞാൻ അപ്പീൽ റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് അപ്പീൽ തയ്യാറാക്കി താമസമില്ലാതെ തന്നെ ഫയൽ ചെയ്യും. മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതികരണവും ഇതിന് പിന്നാലെ വന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ നിയമസഹായം നൽകും എന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിധി വന്ന ശേഷം പ്രതികരിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യത ഇല്ല. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. രാഹുൽ, ഈ വിധി വന്ന ശേഷം ഇപ്പോൾ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടു. സംവിധാനങ്ങളൊക്കെ വിലക്കെടുത്തു എന്ന് അവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിൽ അപ്പീൽ പോകില്ല എന്നൊക്കെ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. അപ്പീൽ കൊടുക്കുമെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് നമ്മൾ കേട്ടത്. എന്താണ് കുടുംബത്തിൻ്റെ ഈ സാഹചര്യത്തിൽ അവരുടെ നിലപാട്? അപ്പീൽ പോകണ്ട എന്നൊരു നിലപാട് അവർക്കുണ്ടോ? അപ്പീൽ പോകുമെന്നുള്ള നിലപാടാണ് അവർ അവസാനം നമ്മളോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ആ ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രകടനത്തിൽ അവർ അപ്പീലിന് പോകുന്നില്ല, നേരിട്ട് കൈകാര്യം ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു പോയതാണ്. പക്ഷേ അങ്ങനെയല്ല, അപ്പീലിന് പോകും, മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളത് മാതാപിതാക്കൾ കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ബൈറ്റ് നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പീൽ നൽകും, കാരണം എല്ലാ തരത്തിലുള്ള തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയതാണ്. അതെന്തുകൊണ്ടത് കൃത്യമായി പരിഗണിക്കപ്പെട്ടില്ല എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. മാത്രമല്ല, ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ അർജുൻ പ്രതിയല്ല എങ്കിൽ ഈ യഥാർത്ഥ പ്രതി ആരാണ്? ഈ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ്, ക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് ഈ 6 വയസ്സുകാരി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പ്രതി ആര്? ഈ അർജുൻ അല്ല പ്രതിയെങ്കിൽ യഥാർത്ഥ പ്രതി ആര് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നു. ഈ അർജുൻ്റെ ഈ വസ്ത്രത്തിൻ്റെ നാരുകൾ ഉൾപ്പെടെ ഈ കുട്ടിയുടെ കയ്യിലും അതുപോലെ തന്നെ നഖത്തിനിടയിലുമൊക്കെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ടും FSL ലാബിൽ പരിശോധനയ്ക്ക് അയച്ച് അത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതുമാണ്. മാത്രമല്ല, ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് അടക്കം സാമ്പിളുകൾ ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് DNA പരിശോധനയ്ക്ക് വേണ്ടി അത്രയും പര്യാപ്തമായിരുന്നില്ല അതിൻ്റെ അളവ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് ഒരു ചെറിയ വീഴ്ച എന്നെങ്കിലും പറയാനുള്ളത്. ബാക്കി എല്ലാ തരത്തിലുള്ള തെളിവുകളും കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചതാണ്. പോലീസ് അതെല്ലാം കൃത്യമായി കണ്ടെത്തി സമർപ്പിച്ചതാണ്. പക്ഷേ അതൊന്നും എന്തുകൊണ്ടോ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേൽക്കോടതിയെ സമീപിക്കും, ഉടൻ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നുള്ളത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാതാപിതാക്കളും അതേ നിലപാടിൽ തന്നെയാണ്. ഈ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രാഹുൽ, ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പീൽ നൽകാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ട നിയമസഹായം, പെൺകുട്ടിയുടെ കുടുംബത്തിന് വേണ്ട നിയമസഹായം നൽകുമെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഈ വിധിയുടെ അതോടൊപ്പം തന്നെ അവിടെ നടന്ന ഇന്നത്തെ സംഭവങ്ങളുടെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു.